ഒറ്റപ്പെടുന്നോ എന്ന ചോദ്യം ചോദിക്കുന്നതിന് കാരണം ഇന്നത്തെ ഈ പോലീസിന്റെ തീരുമാനം മാത്രമല്ലല്ലോ. കഴിഞ്ഞ ദിവസം കെ സുധാകരനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വരുന്നു. ആ സമയത്ത് പ്രതികരിക്കുന്നത് മാത്രമാണ്. പിയുടേത് മാത്രമാണ് CPM എന്ന പാർട്ടിയിൽ നിന്ന് വന്ന ഏക പ്രതികരണം. അത് അത്ഭുതകരമായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ലേ? സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതാണ്, അപ്പീൽ പോകുമെന്നടക്കമുള്ള കാര്യങ്ങൾ. കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല ഇത്. 29 വർഷമായി സുധാകരനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ്. പിക്ക് വെടിയേറ്റ സംഭവമാണ്. അതിനെ പല ഘട്ടങ്ങളിലും ആ തരത്തിൽ പാർട്ടിക്ക് വേണ്ടി വെടിയേറ്റ ആൾ എന്ന രൂപത്തിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അവതരിപ്പിച്ചിരുന്ന ഒരാളെ പിന്നീട് അവഗണിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ പാർട്ടി മറ്റു കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഗവർണറുടെ വിഷയത്തിൽ ഗവർണർക്ക് തിരിച്ചടി നേരിട്ടല്ലോ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന്. അപ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രസ്താവനയിലൂടെ പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുന്നുണ്ട്. ഈ വിഷയം കണ്ടതായി പോലും നടിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം? അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ വിഷയം നമ്മൾ ഗവർണറുടെ വിഷയവും അതുപോലെയുള്ള സമാനമായ വിഷയങ്ങളും അടിയന്തരമായി പ്രതികരണം അർഹിക്കുന്ന വിഷയങ്ങളാണ്, അല്ലെങ്കിൽ അടിയന്തരമായി പ്രതികരിക്കേണ്ട വിഷയങ്ങളാണ്. പിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഈ അവസരത്തിൽ അപ്പീൽ പോകും എന്നുള്ളതല്ലാതെ മറ്റു പ്രതികരണങ്ങൾ വളരെ അവധാനതയോടെ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സംസ്ഥാനത്തെ ഒരു ഹൈക്കോടതി, ആ ഹൈക്കോടതിയിൽ അപ്പീൽ സുപ്രീം കോടതിയിലേ നിൽക്കുകയുള്ളൂ. ക്രിമിനൽ മാറ്ററിലെ ഡിവിഷൻ ബെഞ്ചിൽ പോലും അപ്പീൽ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ കോടതി വളരെ സാങ്കേതികത്വമുള്ള ഒരു കേസാണ്. നമുക്കറിയാം ഈ കേസിന്റെ സംഭവം നടന്നത് ആന്ധ്രയിലെ നെല്ലൂരിൽ വെച്ചാണെങ്കിൽ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ സാങ്കേതികമായി ആദ്യം ഒരു FIR ഉണ്ടായിരുന്നു, പിന്നീട് FIR ഉണ്ടെന്ന് പറയുന്നു. അത് സംബന്ധിച്ച് സമാനമായ ഒട്ടനവധി സുപ്രീം കോടതി വിധികളും ഒരു നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉത്തരവ് പറഞ്ഞപ്പോൾ ആ ഉത്തരവിൽ ഉടൻ പ്രതികരിക്കേണ്ട എന്നുള്ള തീരുമാനം തന്നെ ആകണം പാർട്ടി എടുത്തിട്ടുള്ളത് എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതികരണം ഉടനെ ഉണ്ടായില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് EPയെ പാർട്ടി സംരക്ഷിക്കുന്നില്ല. പോരാട്ടത്തിൽ പോകുമെന്ന് പറയുന്നതിൽ എന്ത് സംഭവിക്കും? അത് ഇപിക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പാർട്ടിക്ക് പറയാൻ പറ്റുന്നില്ല? അപ്പീൽ അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം EP ആണത് പറയേണ്ട ഫസ്റ്റ് പേഴ്സൺ. അദ്ദേഹം അത് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ അപ്പീൽ പോകുമെന്ന് പറയേണ്ട ഫസ്റ്റ് പേഴ്സണായി EP പറഞ്ഞു. ഇനി പാർട്ടി അത് സംബന്ധിച്ച് തീർച്ചയായും പാർട്ടി സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ ഒരു കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ അത്തരത്തിൽ പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആകണം. അല്ല, ആ ഒരു സിംഗിൾ ഇൻസിഡന്റ് കൊണ്ട് മാത്രം നമുക്ക് അത്തരത്തിൽ പറയാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. നിമിഷ നേരം കൊണ്ട് പ്രതികരിക്കേണ്ട വിഷയം എന്തെന്ന് കൃത്യമായി അറിയാം. പിയുടെ കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കുക കേന്ദ്ര കമ്മിറ്റിയിലാണ്. 4-ാം തീയതി വോട്ടെണ്ണലിന് ശേഷം അതിന്മേലൊരു ആലോചനയുണ്ടാകും എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. പാർട്ടി ഇപ്പോൾ പിയിൽ നിന്നും അല്പം അകലം പാലിച്ചുകൊണ്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.